സുവിശേഷം ഇരുട്ട് പിടിച്ച മേഖലകളെ പ്രകാശിപ്പിക്കുന്നതാണ് സുവിശേഷം. ഭാരതത്തിനൊരു 19-ാം നൂറ്റാണ്ടുണ്ട്. അടിമക്കച്ചവടം നിലനിന്നിരുന്ന, സതിയാചാരങ്ങൾ നിലനിന്നിരുന്ന, അക്ഷരാഭ്യാസത്തിന് അനുവാദമില്ലാതിരുന്ന, കണ്ണിൽ കാണുന്നതിനെല്ലാം കരങ്ങൾ കൊടുത്തിരുന്ന, സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന അരാജകത്വത്തിന്റെ സാമൂഹിക വ്യവസ്ഥകൾ നിലനിന്ന ഒരു 19-ാം നൂറ്റാണ്ട്. മാന്തോലും മരവരിയും ധരിച്ച് മരത്തിൽ ജീവിച്ച് എല്ലും കല്ലും പല്ലുകൾ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി കാട്ടിലെ മൃഗത്തെ വേട്ടയാടി അതിന്റെ മാംസം പച്ചയ്ക്ക് ഭുജിച്ചിരുന്ന അപരിഷ്കൃതരായിരിക്കുന്ന ആളുകൾ ആശയവിനിമയം നടത്തുവാൻ അക്ഷരങ്ങളില്ലാത്തത് കൊണ്ട് ആവിഷ്കാരമില്ലാത്തത് കൊണ്ട് ആശയവിനിമയം നടത്തേണ്ടതിന് പാടത്തും പറമ്പിലും പാറയിലും പടം വരച്ച് ആശയവിനിമയം നടത്തിയിരുന്ന ഒരു 19-ാം നൂറ്റാണ്ട്. തിരുവിതാംകൂർ പോലെയുള്ള, കോലോത്തിരി നാട് പോലെയുള്ള, കൊച്ചി രാജവംശങ്ങളെ പോലെയുള്ള നാട്ടുരാജാക്കന്മാരുടെ ഭരണവ്യവസ്ഥകൾ കൊണ്ടോ രാഷ്ട്രീയ പ്രത്യാശാസ്ത്രങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ഈ രാജ്യം തിളക്കമായി തീർന്നത്. സുവിശേഷത്തിന്റെ വിപ്ലവങ്ങൾ തീർക്കാൻ തോമസ് നോട്ടനെ പോലെ, ബെഞ്ചമിൻ ബെയ്ലിയെ പോലെ, ഹെർമൻ ഗുണ്ടത്തിനെ പോലെ, ചാൾസ് മീഡിനെ പോലെയുള്ള, വില്യം കേറിയെ പോലെയുള്ള, മദർ തെരേസയെ പോലെയുള്ള സുവിശേഷകന്മാർ പാറശാല മുതൽ കാസർഗോഡ് വരെ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്നും യാത്ര ചെയ്തും സുവിശേഷം അറിയിച്ചതുകൊണ്ടാണ്. ചരിത്രം ഞങ്ങൾ പഠിപ്പിക്കാൻ സുഹൃത്തെ, ചരിത്രം ഞങ്ങൾ പഠിപ്പിക്കാം. അറിവില്ലാത്തത് കൊണ്ടല്ല, പണമില്ലാത്തത് കൊണ്ടല്ല, പാരമ്പര്യമില്ലാത്തത് കൊണ്ടല്ല, ആയോധന കലകൾ അറിയത്തില്ലാത്തത് കൊണ്ടല്ല, പുസ്തകങ്ങൾ വായിക്കാത്തത് കൊണ്ടല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല, ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല. ബൈബിൾ പ്രഭാഷകരായി ഈ നിറഞ്ഞു തുളുമ്പുന്ന യവനം യേശുവിന് വേണ്ടി വേർതിരിച്ചത്, ഞങ്ങളെ പ്രകാശിപ്പിച്ചത് യേശുവിന്റെ വചനമായതുകൊണ്ടാണ്. അത് ഞങ്ങളെ മാത്രമല്ല, കഴിഞ്ഞുപോയ നൂറ്റാണ്ടിൽ ഈ സമകാലിക ലോകത്തിൽ 1000-അല്ല, 10,000-അല്ല, ലക്ഷമല്ല, കോടിയല്ല, എണ്ണിക്കൂടാൻ കഴിയാത്ത വിധത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, ഭൂമിയിലെ കടൽക്കരയിലെ മണൽത്തരികളെ പോലെ എണ്ണിക്കൂടാത്ത വിധത്തിൽ മനുഷ്യ സമൂഹത്തിന് മാറ്റം വരുത്തിയത് സുവിശേഷമാണ്. സുവിശേഷമാണ്. ആ സുവിശേഷത്തിന്റെ അഭിമാനത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ സുവിശേഷത്തിന് മാത്രമേ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരാൻ കഴിയൂ.